ഇന്നത്തെ കാലത്ത് ഒരുപാട് ചെറുപ്പക്കാരുടെ ആഗ്രഹമാണ് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങണം. ഇത് ചെറുപ്പക്കാർ മാത്രമല്ല, ജോലിക്ക് പോകുന്നവർ വരെ ഈ ജോലി നിർത്തി സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്താലോ, സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങിയാലോ എന്ന് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവരിങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ടായിരിക്കും. നമുക്ക് ശരിക്കും കച്ചവടം ചെയ്യുന്ന, ശരിക്കും ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് ചെന്ന് ചോദിച്ചു നോക്കിയാലോ, അവരെന്തുകൊണ്ടാണ് ജോലിക്ക് പോകാതെ ബിസിനസ് ചെയ്യുന്നതെന്ന്, എത്രയാണ് അവർ സമ്പാദിക്കുന്നതെന്ന്, അതുപോലെ അവരുടെ ബിസിനസ്സിനെ കുറിച്ചെല്ലാം. അപ്പോൾ ഇന്നത്തെ മണി ആൻഡ് മീയുടെ എപ്പിസോഡിൽ ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ദിസ് ഇസ് അരുൺ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മണി ആൻഡ് മീ. എൻ്റെ പേര് ജോസഫ് ഡെലീഷ്. ഞാൻ അക്വാലിയുടെ ഐ സെൻ്ററിൻ്റെ ഡയറക്ടറാണ്. എൻ്റെ പേര് രാജേഷ് എന്നാണ്. RJ ബിസിനസ് സ്ഥാപനം ഞാൻ നടത്തുകൊണ്ടിരുന്നത്. എൻ്റെ പേര് അബ്ദുൽ സലാം. കാലിക്കറ്റ് ബേക്കേഴ്സ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്. അബ്ദുൽ നാസർ പേര്. ബിസിനസ് ഫുട്വെയർ ആൻഡ് ബാഗ്സ്. 1973 വാപ്പ തുടങ്ങിയ പുല്ലേപ്പടി പാലത്തിൻ്റെ സമീപം തുടങ്ങിയ സ്ഥാപനമാണ്. ഇപ്പോൾ നമുക്ക് ഏകദേശം ഓൾമോസ്റ്റ് 9 ഷോപ്പുകളുണ്ട് എറണാകുളത്ത്. മെയിനായിട്ട് നമ്മുടെ എല്ലാ ബേക്കറിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൺ പ്രൊഡക്റ്റുകൾ മാത്രമാണ്. നമ്മളെല്ലാ ഷോപ്പുകളിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഓൺ പ്രൊഡക്റ്റുകളാണ് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നതും വിൽക്കുന്നതും. ഈ ഒരു സ്കൂബ ഡൈവിംഗ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി ഇവിടെ നമ്മുടെ നാട്ടിൽ ആർക്കും പരിചയമില്ലാത്തൊരു സമയത്താണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2008 ഡിസംബറിലാണ് ഇത് ആദ്യമായിട്ട് സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് ഡൈവ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തത്. ഇത് കടവന്ത്രയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, അതുപോലെ എല്ലാം പച്ചക്കറിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ഉണ്ടാവാറുണ്ട്. മെയിനായിട്ട് ഹോട്ടൽ സപ്ലൈ, പിന്നെ സൂപ്പർ മാർക്കറ്റുകൾ എല്ലാം സപ്ലൈ ഉണ്ട്. പിന്നെ ഇവിടെ നല്ല രീതിയിൽ ചില്ലറ വ്യാപാരം എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ വില സ്വാഭാവികമായിട്ട് ഇവിടെ വരുന്ന വിലയെ ആനുപാതികമായിട്ട് ഏറ്റവും കുറച്ചാണ് വിൽക്കുന്നത്. ഞാൻ എൻ്റെ വിദ്യാഭ്യാസം അന്ന് പ്രീ ഡിഗ്രി 93 കാലഘട്ടം, 93, 94, 95 ഫാദറിൻ്റെ ഒപ്പം ബിസിനസ്സിലായിരുന്നു. അതിനുശേഷം 96 തമ്പലത്ത് ഞങ്ങൾ ബിസിനസ് ആരംഭിക്കുന്നത്. ഓക്കെ, ഏകദേശം 30 വർഷത്തോളമായി. തുടക്കത്തിൽ എത്രയെന്ന് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വല്ലതും അറിയാവോ? ഇപ്പൊ തുടങ്ങിയതാണെങ്കിലും അത്രയും വർഷം മുന്നത്തതായതുകൊണ്ട് എങ്ങനെ അത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് വന്നതെന്നുള്ളത് അറിയില്ല. പിന്നെ പുള്ളി കോഴിക്കോടായിരുന്നു, ആ നാട് വിട്ട് ഇവിടെ വന്ന് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഇവിടെ ഒരു കണക്ഷനോ ഒരു റിലേഷൻ ആരുമായിട്ടൊരു ബന്ധവുമില്ലല്ലോ. ചുമ്മാ ഒരു കട എടുക്കുന്നു, പ്രൊഡക്ഷൻ തുടങ്ങുന്നു. ഹലുവയാണ് നമ്മുടെ പ്രധാന പ്രൊഡക്റ്റുകൾ. അന്ന് ഹലുവ, ലഡു, ജിലേബി, മൈസൂർ പാക്ക്, ഈ 4 മിക്സ്ചർ, ഈ 4 സാധനം വെച്ചിട്ടാണ് ആ കാലത്ത് ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ ഈ ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് വന്നത് ഒരു 5 lakh rupees അപ്രോക്സിമേറ്റ് ആണ്. ഓക്കെ, അത് എങ്ങനെയാണ് കണ്ടെത്തിയത് സാർ? ആ ഒരു ഇൻവെസ്റ്ററിന് വെച്ചുകൊണ്ട് തന്നെയാണ്. അന്നത്തെ കാലഘട്ടത്തിലൊക്കെ നിസ്സാര ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുമായിരുന്നു. കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 4 ലക്ഷം രൂപയുടെ സ്റ്റോക്കിൽ ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ടീഷനൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ഒരു സ്റ്റോക്ക് മാത്രം 10-35 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് കയറ്റേണ്ടി വരും. പിന്നെ അതിൻ്റെ സ്വന്തം ബിൽഡിംഗ് അല്ലെങ്കിൽ അതിൻ്റെ പകുതിയും റെൻറ്റ്. അന്നത്തെ കാലഘട്ടത്തിൽ റെൻ്റല്ല, അന്ന് 800 rupees റെൻറ്റിന് ഇരുന്നത്. ഇന്ന് ആ സാധനം 50K പോയി. അതാണ് ആ വ്യത്യാസം. അങ്ങനെ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. വലുതായിട്ടൊന്നും പച്ചക്കറിക്ക് അങ്ങനെ വലിയതായിട്ട് ഇൻവെസ്റ്റ് ഒന്നും വേണ്ട. ഓക്കെ, അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു കട തുടങ്ങുകയാണെങ്കിൽ ആ കടയുടെ ഇന്ത്യയിലായിട്ടും ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ നമ്മൾ അത്യാവശ്യം അന്നത്തെ ഡെയിലി വാങ്ങിച്ചു നോക്കിയാണല്ലോ. അപ്പോൾ അധികം പച്ചക്കറിക്ക് അങ്ങനെ അധികം ഇൻവെസ്റ്റ് വേണ്ട. എന്തുകൊണ്ടൊരു ജോലിക്ക് പോകാൻ, ജോലി തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാരണം? അല്ല, ബിസിനസ് ആകുമ്പോൾ അതിന് നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ബിസിനസ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ നമുക്ക് ബിസിനസ് ഏത് ഒരു അടുത്ത സ്റ്റേജിലേക്ക് മാറ്റാനും അതിൻ്റേതായ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വരികയും ചെയ്തു. അപ്പം ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരാനും അടുത്ത ഒരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജോബിനേക്കാളും എല്ലാം കൊണ്ടും ഫിനാൻഷ്യലി നമുക്കൊരു സപ്പോർട്ടാവുകയും അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒരു ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യണമെങ്കിൽ ബിസിനസ് തന്നെ വേണമല്ലോ. എന്താ വെച്ച് കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ട് നമുക്ക് ബിസിനസ് ഫീൽഡ് ആയതുകൊണ്ട് ഞങ്ങളാരും അതിലേക്ക് പോയില്ല. ഓൾറെഡി ഇത് തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളൊരു തിരിച്ചറിവാകുന്ന കാലം മുതൽ ഫുട്വെയർ ബിസിനസ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ പാരമ്പര്യമായിട്ടുള്ള ബിസിനസ്സാണ്. ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് സ്കൂൾ വിദ്യാഭ്യാസം ഉണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സമൂസയൊക്കെ ഉണ്ടാകുന്ന ഒരിതില്ലേ, അവിടെ ഇങ്ങനെ ഈ ക്യാരറ്റ് സവാളയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് പോയതാണ്. അങ്ങനെ ബിസിനസ്സിലേക്ക് തിരിഞ്ഞാണ്. നോർമലി എല്ലാവരെയും പോലെ ഞാനൊരു സെയിൽസ് പേഴ്സൺ ആയിരുന്നു. ലൈക്ക് മൊബൈൽ ഇൻഡസ്ട്രിയിലായിരുന്നു ഞാൻ ആദ്യം വർക്ക് ചെയ്തത്.
അപ്പം അന്ന് മുതൽ ഔട്ട്ലെറ്റ്സ് ഓപ്പണിങ്ങും അല്ലെങ്കിൽ ഒരു മാനേജറിയൽ സ്കില്ലുകളായിരുന്നു എനിക്ക് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ. പക്ഷേ ആ സമയങ്ങളിൽ നമുക്ക് ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നതിലും കുറേ പ്രോബ്ലംസുകളും നമ്മുടെ ഓരോരുത്തരുടെ ഒരു ബോൺ ഇതുണ്ടാവുമല്ലോ, ഒരു സ്കില്ലുണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് എപ്പോഴും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പൊതുവെ താല്പര്യമില്ല. അത് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും എന്നാണെങ്കിലും ഒരു വ്യത്യസ്തനായിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഇൻഡസ്ട്രി തുടങ്ങിയതും. ഇത് തുടങ്ങിയപ്പോൾ ഒത്തിരിയേറെ സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്. ചേട്ടൻ ഇങ്ങനെ ഒരു കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ്, അതായത് ഒരു ജോലിക്ക് പോകണ്ട, ഒരു കച്ചവടം തുടങ്ങാം എന്നൊരു ചിന്ത വരണ സമയത്ത് ചേട്ടൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത സമയത്ത് എന്തെങ്കിലും ടെൻഷനോ പേടി എങ്ങനെ ഉണ്ടായിരുന്നു? അഥവാ അയ്യോ ഇനി വിജയിച്ചില്ലെങ്കിലും ഇങ്ങനെ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ചിന്ത ഉണ്ടായിരുന്നോ? ആ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ സമാധാനമായി ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ, ബിസിനസ് ചെരുപ്പ് എന്നൊക്കെ പറയുന്നത് ഇതുപോലെ ഉപയോഗം കുറവായിരുന്നു. വളരെ കുറച്ചാണ് ചെരുപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർ. ഇന്നങ്ങനെയല്ല. ചെരുപ്പും ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും ആഡംബരത്തിന് വേണ്ടി ആൾക്കാർ എത്ര പൈസയും ചിലവാക്കാൻ തയ്യാറാണ്. ആ ഒരു കാലത്ത് ഇപ്പോഴത്തെ കച്ചവട സ്റ്റൈൽ. പക്ഷേ നോക്കിയും കണ്ടും കളിച്ചില്ലെങ്കിൽ ഈ ഫീൽഡ് ഏറ്റവും കൂടുതൽ ഡെഡ് വരാൻ സാധ്യതയുള്ളൊരു ഫീൽഡാണ് ഈ ഫുട്വെയർ ഫീൽഡ്. മോഡൽ ഔട്ടാവും, അതോടൊപ്പം തന്നെ ഡെഡ് ഷോക്ക് വരും. ചിലപ്പോൾ ഒരു 8 പീസ് ആയിരിക്കും ഒരു സെറ്റ് വരുന്നത്, ചിലപ്പോൾ 2 വിൽക്കും, 6 ഇരുന്ന് പോകും. അപ്പോൾ ഇതിനകത്തൊരു എക്സ്പീരിയൻസ് അത്യാവശ്യമാണ്. അങ്ങനെയുള്ളവർക്കാണ് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നമുക്കുണ്ടാവുമല്ലോ. അപ്പം പ്രത്യേകിച്ച് ഒരു പുതിയൊരു സംരംഭം എന്ന് പറയുമ്പോൾ നമുക്കൊരു റെഫറൻസ് ഇല്ല. ആരെങ്കിലും കണ്ട് പഠിക്കാനോ അല്ലെങ്കിൽ ഒരു റെഫറൻസ് എടുക്കാനോ ഒന്നുമില്ല. നമ്മൾ ഒഴുക്കിനെതിരെ നീന്തുക എന്നുള്ള കൺസെപ്റ്റിൽ തന്നെയായിരുന്നു നമ്മൾ ഒരു ഹെഡ് ചെയ്ത് പോയത് മുമ്പോട്ട്. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണോ നല്ലത്, അതൊരു ബിസിനസ് സ്വന്തമായി തുടങ്ങി മുന്നോട്ട് പോകുന്നതാണോ നല്ലത്? രണ്ടും രണ്ട് സ്റ്റൈലാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എന്ന് വെച്ചാൽ ജോലിക്കാരെ സംബന്ധിച്ചോളം കുറച്ചുകൂടി ഫ്രീ ടൈം കിട്ടും. എന്ന് വെച്ചാൽ ആൾക്കാർ കുറച്ച് പഴയതുപോലെ സ്ട്രെസ് എടുക്കാൻ താല്പര്യമില്ല. ജോലിക്ക് സ്ട്രെസ് ഉണ്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും കുറച്ചുകൂടി ടൈം ഫ്രീ കിട്ടും അവർക്ക്. കച്ചവടക്കാരനെ സംബന്ധിച്ചോളം രാവിലെ മുതൽ രാത്രി വരെ കച്ചവടമാണ്. ഒരു 90% ആൾക്കാരുടെയും മനോഭാവം ജോബാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ്ങിൽ ഫ്രീ ആയി ഒരുപാട് സമയം കിട്ടും അവർക്ക്. ഈ ജോലിക്കാരെ സംബന്ധിച്ചോളം ബിസിനസ്സുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കയറി കഴിഞ്ഞാൽ പാതിര വരെ ചിലപ്പോൾ ഇതിനകത്ത് ഇരിക്കേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മളുടെയൊക്കെ ചെറുകിട ബിസിനസ് ആകുമ്പോഴേക്കും അത് റിസ്ക് കൂടുതലാണ്. മെനക്കെടാൻ തയ്യാറായിരിക്കണം നമ്മൾ, അപ്പോഴേ നമുക്ക് ബിസിനസ് വിജയിപ്പിക്കാൻ പറ്റും. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ ചിലപ്പോൾ ബിസിനസ് തന്നെയാണ് ബെറ്റർ എന്ന് പറയാൻ പറ്റും. കാരണം നമ്മൾ എത്രത്തോളം ആരോടും കാര്യമായിട്ടൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ല. നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ ബെനിഫിറ്റ് നമ്മൾ ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഫ്രീ ആണ് എന്ന് കരുതി നമ്മളെ എപ്പോഴും എൻഗേജഡുമാണ്. ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ 7 മണിക്ക് ഇറങ്ങും, രാത്രി 10 മണിക്കായിരിക്കും കയറുക. എന്നാലും അത് ആരോടും പറയണ്ട. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജോലി ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രീ ആവാം, അതോടൊപ്പം ക്യാഷും ഉണ്ടാവും. സ്വന്തമായിട്ട് നല്ലൊരു ജോലി കിട്ടുക ഏറ്റവും നല്ല അത് തന്നെയാണ്. പക്ഷേ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ലെവലാണല്ലോ. ബിസിനസ് നമ്മളൊരു ബിസിനസ് വിജയിച്ചെടുപ്പിക്കാനൊക്കെ ഇന്നത്തെ കാലത്ത് വലിയ റിസ്ക് തന്നെയാണ്. പിന്നെന്ന് പറയുന്നത് ബിസിനസ് ഒരുപാട് ശ്രദ്ധിക്കണം. ജോലിയാണെങ്കിൽ 5-6 മണിക്കൂർ കൊണ്ട് ഇപ്പോൾ ഇത് കഴിയും. ബിസിനസ് അങ്ങനെയല്ല. ഞാനൊക്കെ 10, 16, 17 മണിക്കൂർ കഷ്ടപ്പെട്ടിരുന്നുണ്ട്. ബിസിനസ് നല്ലതല്ല. നല്ല ബിസിനസ് തിരഞ്ഞെടുത്ത് നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാം. അതിന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലത് തന്നെയാണ് ബിസിനസ്. ഇതിന് മോശം എന്ന് പറയാൻ പറ്റില്ല. ബിസിനസ് ഉള്ളിൽ ഇപ്പോൾ പല പ്രൊഫിറ്റായ ആൾക്കാരും ഈ ബിസിനസ് ചെയ്തിട്ടുള്ള മുന്നോട്ട് അങ്ങനെ ഒരുപാട് അന്തരമുണ്ട് ജോലി ബിസിനസ് തമ്മിൽ. അത് ഡിപ്പെൻസ് ഓൺ അവരുടെ മൈൻഡ് അനുസരിച്ചിരിക്കും. ഒരാൾ റിസ്ക് എടുക്കാൻ തയ്യാറുള്ള അല്ലെങ്കിൽ എന്തിനും തയ്യാറായിട്ടുള്ള ഒരാൾക്ക് സംബന്ധിച്ചിടത്തോളം ഒരു സെയിൽസ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ആളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടെത്തുക തന്നെയാണ്. എന്ന് വെച്ചാൽ ഇതൊരു മണി മേക്കിംഗ് ഫാക്ടർ മാത്രമല്ല. ലൈഫിൽ എന്ന് പറയുന്നത് കുറേ പൈസ ഉണ്ടാക്കിയാലും അതിനേക്കാൾ ഉപരി സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ചിലപ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കൂടുതലും മണി മേക്കിംഗ് കുറവായിരിക്കും. അപ്പോൾ ഏതിലാണ് നമ്മൾ ഹാപ്പി ആവണം അതനുസരിച്ച് പോവുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പ്യൂട്ടറിന് മുമ്പിൽ നിന്ന് അവർ കിട്ടുന്ന സാലറിയിലാണ് അവർ ലൈഫ് ഹാപ്പി ആണെങ്കിൽ അവരങ്ങനെ തന്നെ പോകണം. അവരൊരിക്കലും ഒരു റിസ്ക് എടുത്ത് ഒരു ബിസിനസ്സിലോട്ട് പോകരുത്. മറിച്ച് ഇങ്ങനെ ഫുൾ ടൈം 24 hours വില്ലിങ് ആയിട്ട് അല്ലെങ്കിൽ എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി ബിസിനസ്സാണ് നല്ലത്. ചേട്ടൻ ഏകദേശം ചിലവുകളൊക്കെ കഴിഞ്ഞ് ഒരു മാസം വരുമാനം എത്ര ഉണ്ടാവും? നമ്മുടെ ഈ പച്ചക്കറി ഫീൽഡിൽ വരുമാനം എന്ന് പറയാനായിട്ട് നമ്മൾ ഡെയിലി ഉള്ള സെയില്, അതിന് നമ്മൾ കൊടുക്കുന്ന ഇതെല്ലാം ഞങ്ങൾ
സപ്ലൈ ചെയ്യുന്നതിൻ്റെ പൈസ കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതായത് പലതും നമ്മൾ ക്രെഡിറ്റാണ് കൊടുക്കുന്നത്. ആ ക്രെഡിറ്റ് കൊടുക്കുന്നത് കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ അതൊരു ഇത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ റൊട്ടേഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. അല്ല, അത് ഓരോ എങ്ങനെ ഇപ്പോൾ എനിക്ക് 3 ഷോപ്പുണ്ട്. 3ൻ്റെയും 3 തരത്തിലാണ് ഇൻകം വരുന്നത്. ഇപ്പം അത് എന്താ പറയുക, അത് കറക്റ്റായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ഓരോ മാസവും കറക്റ്റ് ആവാനോ, ക്രിസ്മസ് ഓണം വന്നു സെയിലുണ്ടായി കാശുണ്ടായി എന്നുള്ളതല്ലാതെ ഇപ്പോൾ 3 ഷോപ്പ് 3 ടൈപ്പിലാണ്. എസ്പെഷ്യലി ഇതെന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷണൽ ഫേം ആയതുകൊണ്ടിട്ട് നമുക്ക് അങ്ങനെ ഒരു ആവറേജ് സിസ്റ്റം പറയാൻ പറ്റത്തില്ല. മറിച്ച് ഇതിൽ ക്ലൈമറ്റ് ബാധിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ കോവിഡ് സിറ്റുവേഷൻ കഴിഞ്ഞ ശേഷം ഭയങ്കരമായി ഡൗൺ ആയി. ഇപ്പോൾ രണ്ടാമത് നമ്മൾ ആ ഒരു എന്താ പറയുക, ഫിനിക്സ് പക്ഷീനെ പോലെ വീണ്ടും പിടിച്ച് ഇൻഡസ്ട്രി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടൊരു ആവറേജ് കണക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും നമുക്ക് സർവൈവ് ചെയ്ത് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. ഏകദേശം നമ്മളുടെ എക്സ്പെൻസീവ് കഴിഞ്ഞ ഒരു 10-25 രൂപ നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ. ശരിക്കും ജീവിതത്തിൽ പണത്തിന് പ്രാധാന്യമുണ്ടോ? പണത്തിന് പ്രാധാന്യമുണ്ട്. പണത്തിന് പണം തന്നെ വേണം, ബന്ധങ്ങൾക്ക് ബന്ധം വേണം. പക്ഷെ പണത്തിൻ്റെ പേരിൽ ബന്ധം ഉണ്ടാക്കുന്നത് ആണ് പ്രശ്നം. പണം വേറെ, ബന്ധം വേറെ. പണത്തിന് വേണ്ടി ബന്ധം ഉണ്ടാക്കുന്നത് അത് ശരിയല്ല. തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട്. പണമില്ലാതെ ഇപ്പം എന്താ നടക്കുക? തീർച്ചയായിട്ടും. പണ്ടൊരു ഒരു പഴമയുണ്ടല്ലോ, പണമില്ലാത്തവൻ പിണമാണെന്ന് പറയുന്നത്. എല്ലാത്തിൻ്റെ അടിസ്ഥാനം പണം തന്നെയാണ്. ഞാൻ പണത്തിന് പ്രാധാന്യമുണ്ട്. എന്നാൽ ഈ ദുനിയാവ് അഥവാ ഈ ഭൗതികമായ ജീവിതത്തിനാണെങ്കിൽ പണം വേണം. പക്ഷേ നമ്മൾ ആത്മീയമായ ഒരു ചിന്ത കൂടി ഉണ്ടെങ്കിൽ ഈ പണം കൊണ്ട് നമുക്ക് ഇവിടെയും നാളെ പരലോകത്തും മരണാനന്തരവും നമുക്ക് ഗുണം കിട്ടും. അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ളൊരു ഉപദേശം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? സ്ട്രഗിൾസ് ഉണ്ടാവും. നമ്മൾ പെട്ടെന്ന് തന്നെ റിസൾട്ട് വരില്ല. പണിയെടുത്ത് ഗ്രാജുവലി കയറി ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, അങ്ങനെ കയറിപ്പോയിക്കോളും. സ്റ്റാർട്ടിങ് നല്ല സ്ട്രഗിൾസ് ഉണ്ടാവും. അതിൻ്റെ പേരിൽ നമ്മളെ സ്വപ്നങ്ങൾ മാറ്റിവെച്ച് എല്ലാവരും ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന വലിയ സ്വപ്നം വെച്ചിട്ടാണല്ലോ. ഇപ്പോൾ സ്ട്രഗിൾസിൻ്റെ പേരിൽ പിറകോട്ട് പോകരുത്. അതേ രീതിയിൽ ആ സ്വപ്നം പൂവണിയും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ പണിയെടുക്കുക. സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യേണ്ട ആൾക്കാർ അറിയേണ്ടത് ആദ്യമേ എന്താ നമ്മൾ ചെയ്യണത്, എങ്ങനെ ചെയ്യണം, അതേപോലെ ഇതിൽ വരുന്ന റിസ്ക് ഫാക്ടർ. എല്ലാവരും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് സൈൻസ് മാത്രമേ എല്ലാവരും ചിന്തിക്കാറുള്ളൂ. പക്ഷേ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എന്തൊക്കെ നമുക്ക് നെഗറ്റീവ്സ് വരാം എന്നും കൂടി ചിന്തിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റെപ്പ് ഫോർവേഡായിട്ട് നിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആ ബിസിനസ്സിൻ്റെ ഏറ്റവും ബേസിക് ലെവൽ മുതൽ, അതായത് ഒരു ഓഫീസ് സ്പേസ് ആണെങ്കിൽ അവിടുത്തെ ഹൗസ് കീപ്പിംഗ് മുതൽ അവിടുത്തെ ഫയലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കതിൻ്റെ കൃത്യത മനസ്സിലാവും. എവിടെയെങ്കിലും ഒരു മൈനസ് എവിടെയെങ്കിലും വരുന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ അത് ബിസിനസ് പോവുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹോട്ടൽ നടത്തുന്ന ഒരാൾ അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഹോട്ടൽ സക്സസ് ആവില്ല. ആ വ്യക്തി ആ ക്യാഷ് കൗണ്ടറിൽ ഉണ്ടാവണം. ആ ക്യാഷ് കൗണ്ടറിൽ ക്യാഷ് കൺട്രോൾ ചെയ്യുന്നതിനേക്കാളും ഉപരി വരുന്ന ക്ലയൻസിന് സാറ്റിസ്ഫൈഡ് ആവണം. എന്നാൽ മാത്രമേ അവിടെ ഒരു ക്യാഷ് ഫ്ലോയും ഒരു ആളുകളുടെ വന്നു പോക്ക് അളവുകൾ കൂടത്തുണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ബിസിനസ് തുടങ്ങേണ്ട ആൾക്കാർ 24 hours അലർട്ടായിരിക്കുക, ഡെഡിക്കേറ്റഡ് ആയിരിക്കുക. അതുപോലെ ഇന്നോവേറ്റീവായിട്ടുള്ള പല കൺസെപ്റ്റുകൾ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയാൽ ആ സ്ട്രക്ചർ ജീവിതാവസാനം വരെ കൊണ്ടുപോകുന്നതിനേക്കാളും ഉപരി അതിൽ പല ആഡ് ഓൺസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ മാത്രമേ വരുന്ന ആളുകൾക്ക് അവരൊരു പുതുമ ഉണ്ടാവത്തുള്ളൂ. ഞാൻ പറയുന്നത് ഈ ഫീൽഡിലേക്ക് ധൈര്യമായിട്ട് വരണമെന്നാണ് പറയുന്നത്. ഒന്ന് നമ്മളുടെ മൈൻഡാണ്. നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റിനോടും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തോടും സത്യസന്ധത പാലിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ റിസ്ക് കൂടുതലാണ്. അപ്പോൾ നമ്മളൊരു കച്ചവടം ചെയ്യുമ്പോഴേക്കും അതിനകത്ത് സത്യം എന്ത്, ശരി എന്ത്, തെറ്റെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു കച്ചവടക്കാരൻ്റെ ഒന്നാമത്തെ ഒരു ക്വാളിറ്റിയാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാർത്ഥത ഉണ്ടാണ്. നമ്മൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തിനോട് എപ്പോഴും ഒരു ആത്മാർത്ഥത ഉണ്ടാണ് അത്. പിന്നെ 3 എന്ന് പറയുന്നത് പരമാവധി ലോണുമായിട്ടൊക്കെ ബന്ധപ്പെടാതിരിക്കുക. അത് നമ്മളെ നശിപ്പിച്ച് കളയാൻ സാധിക്കും. അതായത് നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നോ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക.
അതിനെക്കുറിച്ച് പഠിച്ച് നമുക്കത് ചെയ്യാനുള്ള നല്ല ധൈര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇറങ്ങാം. നമുക്ക് ഇഷ്ടപ്പെട്ട പണിയെടുക്കുമ്പോൾ എത്ര കഴിഞ്ഞാൽ രാവായാലും പകലായാലും അതങ്ങനെ എൻജോയ് ചെയ്ത് അങ്ങനെ ചെയ്തു പോകും. ചിലവർക്ക് അത് പറ്റാതെ വരുന്നത് ആ താല്പര്യക്കുറവാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ വെറും പണം മാത്രം പ്രതീക്ഷിച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങരുത്. അത് നമുക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും. അതൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ നമ്മൾ ആ സ്വപ്നം അതിലേക്ക് എത്തണമെങ്കിൽ ചിലപ്പോൾ കാശില്ലാതെ നിൽക്കും, പട്ടിണിയും ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. എന്നാലും ആ ഒരു ലക്ഷ്യമാണ് നമ്മൾ പ്രധാനം. റിസൾട്ട് എന്തായാലും വരും. ഓക്കെ, നമ്മുടെ അനുഭവങ്ങൾ അതാണ് പറഞ്ഞത്. ഇന്ന് ഞാൻ സംസാരിച്ച ഓരോരുത്തരുടെയും വാക്കുകൾ സ്വന്തമായൊരു ബിസിനസ് തുടങ്ങണമെന്ന പല ചെറുപ്പക്കാരുടെയും സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.